തൃശൂർ വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്നതാണ് ദൃശ്യങ്ങൾ. അതേസമയം ബാലമുരുകനെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെ എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാലമുരുകന് രക്ഷപ്പെടാൻ പോലീസ് അവസരം ഒരുക്കി എന്നുള്ള തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ദൃശ്യങ്ങൾ ഈ ബാലമുരുകൻ രക്ഷപ്പെടുന്ന അന്നത്തെ ദൃശ്യങ്ങളാണ്. അതായത് തമിഴ്നാട്ടിലെ കോടതിയിൽ മറ്റൊരു കേസിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കാറിൽ വിയ്യൂര് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അന്ന് രക്ഷപ്പെട്ട ശേഷം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് മൊഴി നൽകിയിരുന്നു. അതായത് ആലത്തൂരിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കൈവിലങ്ങ് അഴിച്ച് മാറ്റിയത്. പിന്നെ കൈവിലങ്ങ് വീണ്ടും ധരിപ്പിച്ചിരുന്നില്ല എന്നത്. ഇതനുസരിച്ച് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അന്ന് മൊഴി നൽകിയ തമിഴ്നാട് പോലീസിന്റെ ആ മൊഴി പ്രകാരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉള്ളതാണോ എന്നറിയാനുള്ള ഒരു പരിശോധന ഭാഗമായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തമിഴ്നാട് പോലീസ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം. മൊഴിയിൽ അവ്യക്തത അല്ലെങ്കിൽ മൊഴിയിൽ മറ്റൊരു പൊരുത്തക്കേടുകളും ഇല്ല എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കാരണം ആ വെള്ള മുണ്ട് ഉടുത്ത് ആ ഉടുത്ത മുണ്ട് വീണ്ടും ഊരിക്കുത്തുന്ന ആ ആളാണ് ഈ രക്ഷപ്പെട്ട ബാലമുരുകൻ. അത് വളരെ കൂളായി ഫ്രീ ആയിട്ടാണ് ബാലമുരുകൻ ആ 1-2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഭക്ഷണം കഴിച്ച ശേഷം സുഹൃത്തുക്കളെ പോലെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് ഇവരുടെ പോലീസ് കാറിൽ ഈ ബാലമുരുകനെ കയറ്റി അന്ന് രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ് വിയ്യൂര് ജയിലിലേക്ക് എത്തിക്കുന്നത്. ജയിലിന് പുറത്ത് വെച്ച് വീണ്ടും മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കാറിൽ നിന്ന് മൂത്രമൊഴിക്കാനായി ബാലമുരുകനെ പുറത്തേക്ക് ഇറക്കി. ഈ സമയത്താണ് ബാലമുരുകൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അതായത് ഒരാൾ മാത്രമാണ് ആ കാറിൽ നിന്നും പുറത്ത് ഇറങ്ങിയത് എന്നുള്ള ഒരു കാര്യം കൂടിയൊക്കെ പുറത്തു വരുന്നത്. കൃത്യമായി നമുക്ക് പറയാം. അതായത് തമിഴ്നാട് പോലീസിന്റെ വളരെ ഗൗരവമില്ലാത്ത രീതിയിൽ ലാഘവത്തോടെ ആണ് ഇത്തരത്തിൽ 53ഓളം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, നേരത്തെ ജയിൽ ചാടിയിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ ഈ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്ത രീതിയാണ് ഈ ബാലമുരുകൻ രക്ഷപ്പെടാൻ ഉണ്ടായ കാരണം എന്ന് ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ ഒക്കെ വ്യക്തമാണ്. എന്തായാലും അന്ന് രാത്രി ഈ സംഭവം നടന്നതിന് ശേഷം 1 മണിക്കൂറോളം വൈകിയാണ് ഈ തമിഴ്നാട് പോലീസ് വിയ്യൂർ ജയില് ഇരിക്കുന്ന ഒരു സ്റ്റേഷൻ ലിമിറ്റായിട്ടുള്ള വിയ്യൂർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് തരത്തിൽ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തടവുകാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. ആ 1 മണിക്കൂർ ഡിലേ ആയതും അന്വേഷണത്തെ അല്ലെങ്കിൽ ബാലമുരുകനെ പിടികൂടുന്നതിൽ വളരെ വൈകാനുള്ളൊരു സമയമായിട്ട് കേരള പോലീസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് 1 മണിക്കൂർ വൈകിയത് എന്നുള്ള കാര്യം തമിഴ്നാട് പോലീസ് നൽകുന്ന വിശദീകരണം, രക്ഷപ്പെട്ട ഉടനെ ഇവർ അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. പിന്നീട് കിട്ടാതായപ്പോഴാണ് കേരള പോലീസിനെ അറിയിച്ചത് എന്നുള്ളൊരു വിശദീകരണമാണ് തമിഴ്നാട് പോലീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും കേരള പോലീസ് വിവരം അറിഞ്ഞ ഉടനെ വ്യാപകമായ തെരച്ചിലാണ് മിനിഞ്ഞാന്ന് രാത്രി, ഇന്ന് ഒക്കെ ആയിട്ട് ഇപ്പോഴും നടത്തുന്നത്. അന്ന് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തി. പക്ഷെ ആ തെരച്ചിലിൽ ഏറ്റവും ഒടുവിൽ ബാലമുരുകനെ കണ്ടു എന്ന് പറയുന്നത് ഈ ജയിലിന് സമീപത്തുള്ള പാടൂക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബാലമുരുകനെ അന്വേഷിച്ചിറങ്ങിയ 2 പോലീസുകാരുടെ മുന്നിലേക്ക് ബാലമുരുകൻ തന്നെ സൈക്കിളിൽ മോഷ്ടിച്ച് ഏതോ വീട്ടിൽ നിന്നും മോഷ്ടിച്ച സൈക്കിളിൽ ചവിട്ടി വരുന്നതാണ് പോലീസുകാർ കണ്ടത്. കണ്ട ഉടനെ ബാലമുരുകൻ ആ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത പാടത്തുകൂടെ ഓടി രക്ഷപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പിന്തുടർന്നെങ്കിലും ബാലമുരുകനെ കിട്ടിയില്ല. അതായത് ഇന്നലെ പുലർച്ചെ 2:30 ബാലമുരുകനെ അവസാനമായി അന്വേഷണ സംഘം പോലീസ് കാണുന്നത്. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ട ബാലമുരുകനെ കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ കേരള പോലീസിന്, തൃശൂർ സിറ്റി പോലീസിന്
കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ പോലീസ് ഇതിൽ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഈ പാടൂക്കാട് അല്ലെങ്കിൽ വിയൂര് സെൻട്രൽ ജയിലൊക്കെ ഇരിക്കുന്നതിന്റെ സമീപത്തു കൂടിയാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത പോകുന്നത്. ഈ പാടൂക്കാട് അവസാനം കണ്ടു എന്ന് പറയുന്ന, ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തിന് അധികം ദൂരമല്ലാതെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. ഒരു പക്ഷേ ഈ ബാലമുരുകൻ ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് എത്തി ഏതെങ്കിലും ട്രെയിൻ പിടിച്ചിടുകയോ വേഗത കുറച്ച് പോവുകയോ ചെയ്യുന്ന സമയത്ത് ഓടിച്ചാടി ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. മറ്റൊരു കാര്യം, ഈ സംസ്ഥാന പാത ഓരത്തു കൂടിയാണ് ഈ ജയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സംസ്ഥാന പാത വഴി ഏതെങ്കിലും ലോറിയോ അല്ലെങ്കിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളോ ഏതെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിലും കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള വ്യാപകമായ തെരച്ചിലാണ് ഇന്നലെ രാത്രിയിലും രക്ഷപ്പെട്ട അന്ന് രാത്രിയിലും ഇന്നലെ പകലും ഒക്കെ പോലീസ് നടത്തിയത്. പക്ഷേ സംസ്ഥാനം വിട്ടു കാണും എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്നിരുന്നാൽ കൂടി വ്യാപകമായ അന്വേഷണം ഇന്നും തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രക്ഷപ്പെട്ട ബാലമുരുകനെ പിടികൂടാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ തവണ നേരത്തെ 1 വർഷം മുൻപും സമാന രീതിയിൽ തമിഴ്നാട് പോലീസിന്റെ ബസ്സിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. അന്ന് കേരള പോലീസാണ് തമിഴ്നാട്ടിൽ പോയി ബാലമുരുകനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തവണ രക്ഷപ്പെട്ടപ്പോഴും അത്തരത്തിലുള്ള നീക്കത്തിൽ, അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ബാലമുരുകനെ പിടികൂടാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതിനിടെ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ ബാലമുരുകന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്ത് വിട്ടിരുന്നു. തല മുണ്ടനം ചെയ്ത് കറുത്ത ഷർട്ടിട്ട കാറിലിരിക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് ഒരു നോട്ടീസ് പോലെ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇയാളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ വിയൂർ പോലീസ് അറിയിക്കണം എന്നൊക്കെ കാണിച്ച് വാർത്താ കാർഡ് നമ്മൾ ഇറക്കിയിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ഇറക്കിയിരുന്നു. എന്തായാലും ആ സമയത്ത് പറഞ്ഞിരുന്നത് രക്ഷപ്പെടുമ്പോൾ കറുത്ത മുണ്ടും വെളുത്ത ഷർട്ടുമായിരുന്നു വേഷം എന്നാണ്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് മഞ്ഞ പോലുള്ളൊരു ഇതിൽ ചെക്ക് ഷർട്ടാണ് ധരിച്ചിരുന്നത്. വെള്ളമുണ്ട് തന്നെയാണ്. എന്തായാലും രക്ഷപ്പെടുമ്പോഴുള്ള വേഷം ആ CCTVയിൽ കാണുന്ന വേഷം ആണെന്നാണ് കരുതുന്നത്. എന്തായാലും ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബാലമുരുകനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിയൂർ SHOയുടെ നമ്പറിലോ അറിയിക്കണമെന്നാണ് സിറ്റി പോലീസ് ഇന്നലെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. കറുത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.